Hi all, welcome to Competitive Cracker. നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഉള്ള ദിവസങ്ങൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും നമ്മൾ നോക്കേണ്ട ചില ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. The deficiency of which vitamin can lead to night blindness? നമുക്കറിയാം അല്ലേ, എപ്പോഴും ഈ ഒരു വിറ്റാമിൻസിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു പോയാൽ പോരാ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റ് കാര്യങ്ങൾ കൂടി മറ്റു കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് പഠിച്ചു പോവുക. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻ ക്യാൻ ലീഡ് ടു നൈറ്റ് ബ്ലൈൻഡ്നെസ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ വിറ്റാമിൻ കെ, ദെൻ ഓപ്ഷൻ ബി വിറ്റാമിൻ ഡി, ഓപ്ഷൻ സി വിറ്റാമിൻ സി, ഓപ്ഷൻ ഡി വിറ്റാമിൻ എ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം വിറ്റാമിൻ എ ആണ് നമ്മുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന രോഗം. വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ആണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമായിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, മറ്റ് വിറ്റാമിനുകളെ കുറിച്ച് കൂടി നമ്മളൊന്ന് നോക്കിപ്പോണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വിറ്റാമിൻ എ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന രോഗത്തിന് ഇതിൻ്റെ അപര്യാപ്തത കാരണമാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി എന്തിന് കാരണമാകുന്നു? സ്കർവി എന്ന് പറയുന്ന രോഗത്തിന് കാരണമാകുന്നു. വിറ്റാമിൻ കെയുടെ ഡെഫിഷ്യൻസി എക്സസീവ് ബ്ലീഡിങ്ങിന് കാരണമാകുന്നു. ഇത് മറ്റൊരു രീതിയിലും ചോദിക്കാം. ഏത് വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഈ രീതിയിലും ചോദിക്കാം. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ വിറ്റാമിൻ കെ എക്സസീവ് ബ്ലീഡിങ്ങിന് കാരണമാവുന്നു. കാരണം എന്താ? ഒരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ക്ലോട്ട് അവിടെ ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് വിറ്റാമിൻ വേണം? വിറ്റാമിൻ കെ വേണം. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ കെ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്ലീഡിങ് സംഭവിക്കുന്നു. എന്ത് വരുന്നു? കൂടുതൽ ബ്ലഡ് ശരീരത്തിൽ നിന്ന് നഷ്ടമാവുന്നു. ദെൻ നെക്സ്റ്റ് ഈസ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമാകുന്നു. വിറ്റാമിൻ B1 ബെറിബെറി എന്ന രോഗത്തിന് കാരണമാകുന്നു. ഓക്കെ, ദെൻ വിറ്റാമിൻ B3 പെല്ലാഗ്ര എന്നുള്ള രോഗത്തിന് കാരണമാകുന്നു. വിറ്റാമിൻ ഇയുടെ ഡെഫിഷ്യൻസി എന്തിന് കാരണമാകുന്നു? ലെസ് ഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നു. അപ്പോൾ വിറ്റാമിനുകളുടെ കാര്യം, ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക. വിറ്റാമിൻ എ നൈറ്റ് ബ്ലൈൻഡ്നെസ്, വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി സ്കർവി, ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ കെ ലീഡ്സ് ടു എക്സസീവ് ബ്ലീഡിംഗ്. ദെൻ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി റിക്കറ്റ്സിന് കാരണമാവുന്നു. വിറ്റാമിൻ B1 ഡെഫിഷ്യൻസി ബെറിബെറിക്ക് കാരണമാവുന്നു. വിറ്റാമിൻ B3 പെല്ലാഗ്ര. ദെൻ വിറ്റാമിൻ ഇയുടെ ഡെഫിഷ്യൻസി ലെസ് ഇൻഫെർട്ടിൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻ ക്യാൻ ലീഡ് ടു നൈറ്റ് ബ്ലൈൻഡ്നെസ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, വിറ്റാമിൻ എ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which part of the alimentary canal does not generate enzymes? alimentary canalന്റെ ഏത് ഭാഗമാണ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യാത്തത് അല്ലേ? ഡസ് നോട്ട് ജനറേറ്റ് എൻസൈംസ് എന്നാണ്. അപ്പോൾ ഓപ്ഷൻസിൽ ഇവിടെ ഓപ്ഷൻ എ മൗത്ത്, ഓപ്ഷൻ ബി സ്റ്റൊമക്, ഓപ്ഷൻ സി ഡിയോഡിനം, ഓപ്ഷൻ ഡി ഈസോഫാഗസ്. നമുക്കറിയാം നമ്മുടെ ഡൈജഷൻ നടക്കണമെങ്കിൽ ഓരോ ഭാഗങ്ങളിലും പലതരത്തിലുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഒരു എൻസൈംസിൻ്റെ സഹായത്താലാണ് എന്ത് നടക്കുന്നത്? ഡൈജഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഭാഗത്തു നിന്നാണ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാത്തത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ കുറച്ച് പോയിന്റ്സ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. ദ മൗത്ത് ജനറേറ്റ്സ് സലൈവറി എൻസൈംസ് വിച്ച് ആർ റിലീസ്ഡ് ആസ് സലൈവ. അതായത് മൗത്തിൽ നിന്നും സലൈവറി അമൈലേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സലൈവറി അമൈലേസ് എന്ന് പറയുന്ന എൻസൈം എവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ മൗത്തിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സ്റ്റൊമക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റൊമക്കിൽ നിന്നും പെപ്സിൻ, അതുപോലെ തന്നെ പ്രോട്ടിയേസ്. അതായത് നമ്മുടെ പ്രോട്ടീൻ ഡൈജഷന് ആവശ്യമായിട്ടുള്ള പെപ്സിൻ, അതുപോലെ പ്രോട്ടിയേസ് എന്നീ എൻസൈംസ് ഒക്കെ എവിടുന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്റ്റൊമക്കിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിയോഡിനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. അതായത് നമ്മുടെ സ്റ്റൊമക്ക് കഴിഞ്ഞ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പോർഷനാണ് ഡിയോഡിനം.
സ്മോൾ ഇൻറ്റസ്റ്റൈനിന് 3 ഭാഗങ്ങളാണുള്ളത് നമുക്കറിയാം, ഡ്യൂഡിനം, ജിജുനം, ഇലിയം അല്ലേ. ഇതിൽ ഡ്യൂഡിനം എന്ന് പറയുന്ന ഫസ്റ്റ് പോർഷനിൽ നിന്നും ട്രിപ്സിൻ അതുപോലെ തന്നെ കൈമോട്രിപ്സിനും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടുന്ന് ട്രിപ്സിനും കൈമോട്രിപ്സിനും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സും കൂടെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ വരിക? നമുക്ക് നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ദ അലിമെന്ററി കനാൽ ഡസ് നോട്ട് ജനറേറ്റ് എൻസൈംസ്? ഏതായിരിക്കും വരിക? നമ്മൾ സ്റ്റൊമക്കിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. സ്റ്റൊമക്ക് ആണെങ്കിലും മൗത്ത് ആണെങ്കിലും ഡ്യൂഡിനാണെങ്കിലും ഒക്കെ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ ഈസോഫാഗസിൽ നിന്നും എന്ത് ഫോം ചെയ്യുന്നില്ല? എൻസൈംസ് ജനറേറ്റ് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള സംശയത്തിലായിരിക്കും പലരും. അല്ലെങ്കിൽ മറ്റ് ജോലി തിരക്ക് കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ ഒക്കെ പഠനം ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 30 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത സെറ്റ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മുടെ കോഴ്സിലൂടെ പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും ലൈവ് സെഷൻസും ടെസ്റ്റ് സീരീസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് സെഷൻസിൽ നമ്മൾ ഓരോ ടോപ്പിക്സിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വെറുതെ കണ്ടന്റ് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. സ്മാർട്ട് വർക്കാണ് നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത്. അതായത് ഓരോ യൂണിറ്റ് പഠിക്കുമ്പോഴും ഇതുവരെ ഒരു 10 വർഷം നമുക്ക് ആ യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ള അത്രയും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പൂളൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എന്തായാലും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഗ്യാസ് ലിസ്റ്റഡ് ബിലോ ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് ബയോഗ്യാസ്? ഇതും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വിച്ച് ഗ്യാസ് ലിസ്റ്റഡ് ബിലോ ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് ബയോഗ്യാസ്? അതായത് ബയോഗ്യാസിൽ ഇല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബയോഗ്യാസിൽ ഉള്ളത് ഏതാണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഏതൊക്കെ ഗ്യാസുകളാണ് നമ്മുടെ ബയോഗ്യാസിലുള്ളത്? ഏതൊക്കെ വരും? കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, ദെൻ മീത്തേൻ. ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, മീത്തേൻ. ഇത് 3ഉമാണ് നമ്മുടെ ബയോഗ്യാസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ഗ്യാസസ് കമ്പൈൻ ടു ജനറേറ്റ് ദ ബയോഗ്യാസ് which is combustible and may be utilized as a source of energy. ഓക്കെ, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക. ബയോഗ്യാസിൽ ഉള്ള, അതായത് ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ അത് മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ്. കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, ദെൻ മീത്തേൻ. ഇത് 3ഉം കൂടി ചേർന്നിട്ടുള്ളതാണ് എന്ത്? ബയോഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ക്വസ്റ്റ്യനിൽ വിച്ച് ഗ്യാസ് ലിസ്റ്റഡ് ബിലോ ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് ബയോഗ്യാസ്? ബയോഗ്യാസിൽ ഇല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ CH4 മീത്തേൻ അതുണ്ട്. ഓക്കെ, ദെൻ H2S അതും എന്തിലുണ്ട്? നമ്മുടെ ബയോഗ്യാസിലുണ്ട്. ദെൻ CO2 കാർബൺ ഡയോക്സൈഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ D ആണ്. H2O ഇസ് ദി കറക്റ്റ് ആൻസർ. ദെൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് അഡ്രിനാൽ കോർട്ടെക്സ് ഔട്ടർ ലെയർ? അഡ്രിനാൽ കോർട്ടെക്സിൻ്റെ ഔട്ടർ ലെയർ, അഡ്രിനാൽ കോർട്ടെക്സിൻ്റെ ഔട്ടർ ലെയറിന് നമുക്ക് എന്ത് പറയാം? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം അഡ്രിനാൽ കോർട്ടെക്സിൻ്റെ ലെയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോഴല്ലേ നമുക്ക് ഔട്ടർ ലെയർ ഏതാണ്, ഇന്നർ ലെയർ ഏതാണ്, അതുപോലെ മിഡിലായിട്ട് വരുന്ന ലെയർ ഏതാണെന്നൊക്കെ ഉള്ളത് ക്ലിയർ ആവൂ. അപ്പോൾ നമുക്ക് ആദ്യം അഡ്രിനാൽ കോർട്ടെക്സിൻ്റെ ലെയേഴ്സിനെ കുറിച്ചൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇന്നർ ലെയർ ഏതാ വരുന്നത്? സോണ റെറ്റിക്കുലാറിസ്. ഓക്കെ, അഡ്രിനാൽ കോർട്ടെക്സിൻ്റെ ഇന്നർ ലെയർ ആണ് സോണ റെറ്റിക്കുലാറിസ്. ദെൻ മിഡിൽ ലെയർ വരുന്നത് സോണ ഫെസിക്കുലേറ്റ. മിഡിൽ ലെയർ വരുന്നത് സോണ ഫെസിക്കുലേറ്റ. ദെൻ ഔട്ടർ ലെയറിൽ വരുന്നത് സോണ ഗ്ലോമറുലോസ. ഇങ്ങനെ 3 ലെയേഴ്സാണ് നമ്മുടെ അഡ്രിനാൽ കോർട്ടെക്സിനുള്ളത്. അപ്പോൾ നമ്മുടെ അഡ്രിനാൽ കോർട്ടെക്സിൻ്റെ 3 ലെയേഴ്സ് ഏതൊക്കെയാണ്? ഏറ്റവും ഉള്ളിലായിട്ട് സോണ റെറ്റിക്കുലാറിസ് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ് സോണ ഫെസിക്കുലേറ്റ ഉണ്ട്. ഏറ്റവും പുറമെ ആയിട്ട് ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ട് ഏത് ലെയർ ഉണ്ട്? സോണ ഗ്ലോമറുലോസ ഉണ്ട്. അപ്പോൾ ഈ 3 ലെയേഴ്സിനെ കുറിച്ചും പഠിക്കാം. ഓക്കെ, ദെൻ ഇൻ ഫീമെയിൽസ് ദ ഓവം ഹാസ് എ കവറിംഗ് കോൾഡ് സോണ പെലുസിഡ.
അതിവിടെ പറയാൻ കാരണം നമ്മുടെ ഓപ്ഷനിൽ സോണ പെലുസിഡ എന്നുള്ളൊരു പോയിന്റ് കൂടി അതിൽ നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോണ പെലുസിഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫീമെയിൽസിൽ ഓവത്തെ കവർ ചെയ്ത് കാണുന്ന പോർഷനാണ് എന്ത്, സോണ പെലുസിഡ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആൽഡോസ്റ്റിറോൺ ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി സോണ ഗ്ലോമറുലോസ. ഇതൊക്കെ അഡീഷണൽ പോയിന്റ്സ് ആണ്. ഇവിടുന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതായത് 3 ലെയേഴ്സ് മാത്രം പഠിച്ചു പോയാൽ പോരാ, ആ 3 ലെയേഴ്സിൽ നിന്നും എന്തൊക്കെ ഫോം ചെയ്യുന്നു എന്നുള്ളതും കൂടെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ആൽഡോസ്റ്റിറോൺ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സോണ ഗ്ലോമറുലോസ. സോണ ഗ്ലോമറുലോസ എന്ന് പറയുമ്പോൾ നമ്മുടെ ഔട്ടർ ലെയർ ആണല്ലേ. ഈ ഒരു ഔട്ടർ ലെയറിൽ നിന്നും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആൽഡോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദിസ് ഹോർമോൺ ഹാസ് എ വൈഡ് റേഞ്ച് ഓഫ് എഫക്ട്സ് ഓൺ ദി ബോഡി. ഏതൊക്കെയാണ് അതിൽ വരുന്നത്, റിറ്റൻഷൻ ഓഫ് വാട്ടർ, ഇൻക്രീസിംഗ് ദ സോൾട്ട് കണ്ടന്റ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ, റിമൂവിംഗ് ദ എക്സ്ട്രാ പൊട്ടാഷ്യം ഫ്രം ദ ബോഡി ബൈ പാസിംഗ് യൂറിൻ. ഓക്കെ, അപ്പോൾ അഡ്രിനാൽ കോർട്ടക്സിൻ്റെ ലെയേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. കാരണം അവിടെ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി അഡ്രിനാൽ കോർട്ടക്സ് ഔട്ടർ ലെയർ? ഏതാണ് ഇതിൽ ഓപ്ഷൻസിൽ ഏതായിരിക്കും കറക്റ്റായിട്ട് വരിക, സോണ ഗ്ലോമറുലോസ അല്ലേ. ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണ്, സോണ ഗ്ലോമറുലോസ എന്നുള്ളതാണ് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ലെയർ. അടുത്ത ക്വസ്റ്റ്യൻ PCR ബന്ധപ്പെട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതും പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അല്ലേ. Who among the following created the PCR method? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കാരി മുള്ളിസ്, ഓപ്ഷൻ ബി ആൾട്ട്മാൻ, ഓപ്ഷൻ സി വില്യം ജെയിംസ്, ഓപ്ഷൻ ഡി കോഹ്ലർ. അപ്പോൾ ഈ ഒരു PCR എന്ന് പറയുന്ന ഭാഗം നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ്. PCR ഇറ്റ് ഈസ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ, എക്സ്പാൻഷൻ എന്താ വരുന്നത്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നുള്ളതാണ് PCRന്റെ എക്സ്പാൻഷൻ വരുന്നത്. വിച്ച് വാസ് ഡെവലപ്ഡ് ഇൻ 1983. ഇയറും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1983 ബൈ കാരി മുള്ളിസ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു 3 ക്വസ്റ്റ്യൻസ് വന്നു. PCRന്റെ എക്സ്പാൻഷൻ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഓർത്ത് വയ്ക്കുക. ദെൻ ഡെവലപ്പ് ചെയ്തത് ആരാണ്, കാരി മുള്ളിസ് ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ദെൻ ഇയർ 1983. ഓക്കെ, ഹീ ഈസ് എൻ അമേരിക്കൻ ബൊട്ടാണിസ്റ്റ് ഹു വാസ് അവാർഡഡ് വിത്ത് ദ നോബൽ പ്രൈസ് ഫോർ ഹിസ് വർക്ക്. ഓക്കെ, ഈ ഒരു വർക്കിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചു. ദിസ് ടെക്നിക് ഈസ് യൂസ്ഡ് ഇൻ ദി മോളിക്കുലാർ ബയോളജി ഇൻ ഓർഡർ ടു മേക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദി സ്മോൾ സെക്ഷൻസ് ഓഫ് DNA. ഈ PCR ടെക്നിക്സ് എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മോളിക്കുലാർ ബയോളജി ടു മേക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് സ്മോൾ സെക്ഷൻസ് ഓഫ് DNA. അതായത് ഈ ഒരു PCR ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, സ്മോൾ സെക്ഷൻസ് ഓഫ് DNA ഫോം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ദിസ് ടെക്നിക് ഈസ് യൂസ്ഡ് ഇൻ വാരിയസ് പ്രോസസ് ലൈക്ക് DNA സീക്വൻസിങ് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഐസൊലേഷൻ ഓർ ക്ലോണിംഗ് ഓഫ് DNA സാമ്പിളിംഗ്, ഇതിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു PCR ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കുക, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ്റെ എക്സ്പാൻഷൻ ഓർക്കുക. ദെൻ വർഷം 1983 കാരി മുള്ളിസ് ആണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഇദ്ദേഹത്തിന് ഇതിന് നോബൽ പ്രൈസ് ലഭിച്ചു എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ദെൻ ദിസ് ടെക്നിക് ഈസ് യൂസ്ഡ് ഇൻ മോളിക്കുലാർ ബയോളജി. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, ചെറിയ ധാരാളം DNAയുടെ ചെറിയ സെക്ഷൻസ് ഉണ്ടാക്കുന്നതിനായി, DNAയുടെ ചെറിയ സെക്ഷൻസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നു. ദെൻ ദിസ് ടെക്നിക് ഈസ് യൂസ്ഡ് ഇൻ വാരിയസ് പ്രോസസ്സസ് like DNA sequencing, then isolation or cloning of DNA sampling. Okay, അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക എന്നുള്ളത് നോക്കാം. Who among the following created the PCR method? ആരാണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരിക, കാരി മുള്ളിസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക്